ലാവയുടെ 13,500 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന പുതിയ സ്മാർട്ട് ഫോണാണ് ലാവ സ്റ്റോം 5G. അതുപോലെ തന്നെ മോട്ടറോളയുടെ ഇപ്പം 14,000 രൂപ പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ് മോട്ടോ G54 5G. ഇപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ലാവ സ്റ്റോം 5Gയും അതുപോലെ തന്നെ മോട്ടോ G54 5Gയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാവ സ്റ്റോം 5Gയിൽ 6.78 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. മോട്ടോ G54 5Gയിൽ 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേ സൈസിൻ്റെ കാര്യത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. ലാവയിൽ അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേ സൈസാണ് വരുന്നത്. മോട്ടറോളയിൽ കമ്പാരിറ്റീവ്ലി ചെറിയൊരു ഡിസ്പ്ലേ സൈസാണ് വരുന്നത്. രണ്ട് ഫോണുകളിലും LCD പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ട് ഫോണുകളിലും പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. അതുപോലെ തന്നെ രണ്ട് ഫോണുകളുടെയും ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവൻ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളും തമ്മിൽ ഭയങ്കര വലിയ ഡിഫറൻസ് ഒന്നുമില്ല. കാര്യമായിട്ടുള്ള ഡിഫറൻസ് വരുന്നത് ഡിസ്പ്ലേ സൈസിൻ്റെ കാര്യത്തിലാണ്. അപ്പോൾ ഡിസ്പ്ലേ സൈസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഏതാണ് പ്രിഫർ ചെയ്യുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ രണ്ട് ഫോണുകളിലും സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. വെയിറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ലാവ സ്റ്റോം 5Gയുടെ വെയിറ്റ് വരുന്നത് 214 ഗ്രാമാണ്. മോട്ടറോളയുടെ വെയിറ്റ് വരുന്നത് 192 ഗ്രാമാണ്. അപ്പം വെയിറ്റ് കമ്പാരിറ്റീവ്ലി കുറവ് മോട്ടറോളയിലാണ്. അപ്പം മോട്ടറോളയിൽ 6000 mAhന്റെ ബാറ്ററി വരുന്നുണ്ടെങ്കിലും വെയിറ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പം അത് നല്ലൊരു കാര്യമാണ്. തിക്നെസ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ലാവ സ്റ്റോം 5Gയുടെ തിക്നെസ് വരുന്നത് 8.96 mm ആണ്. മോട്ടോ G54 5Gയുടെ തിക്നെസ് വരുന്നത് 8.89 mm ആണ്. അപ്പോൾ തിക്നെസ്സിൻ്റെ കാര്യത്തിൽ വലിയൊരു ഡിഫറൻസ് ഒന്നും വരുന്നില്ല. പിന്നെ മോട്ടോ G54 5Gയിൽ IP52 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഒഫീഷ്യലായിട്ടുള്ള ഒരു IP റേറ്റിംഗ് ലാവ സ്റ്റോം 5Gയിൽ വരുന്നില്ല. പിന്നെ ലാവ സ്റ്റോം 5Gയുടെ ബാക്കിൽ ഗ്ലാസ് ബാക്ക് ബോഡിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ മോട്ടറോളയിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയേ വരുന്നുള്ളൂ. അപ്പം ഈ ഒരു കാര്യത്തിൽ ഒരു അഡ്വാൻറ്റേജ് ലാവ സ്റ്റോം 5Gക്ക് വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ലാവ സ്റ്റോം 5Gയിൽ MediaTek Dimensity 6080 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. മോട്ടോ G54 5Gയിൽ MediaTek Dimensity 7020 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. പ്രോസസ്സറിൻ്റെ കാര്യത്തിൽ ഏതാണ് ബെറ്റർ എന്ന് വെച്ചാൽ മോട്ടോ G54 5G എന്ന ഫോണിൽ വരുന്ന MediaTek Dimensity 7020 എന്ന പ്രോസസ്സറാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ. അപ്പം ഈ ഒരു കാര്യത്തിൽ മോട്ടറോളയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളിലും 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൽ ലാവയിൽ 8 5G ബാൻഡ്സ് ആണ് വരുന്നത്. മോട്ടറോളയിൽ 14 5G ബാൻഡ്സ് വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ 5G ബാൻഡ്സും കാര്യങ്ങളൊക്കെ മോട്ടറോളയിൽ വരുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിൽ മോട്ടറോളയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. ഈ രണ്ട് ഫോണുകളുടെയും ബേസ് വേരിയൻറ്റിൽ 8GB റാമും 128GB ഇൻറ്റേർണലുമാണ് വരുന്നത്. മോട്ടറോളയിൽ ഇത് കൂടാതെ 12GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. എന്നാൽ ലാവയിൽ ഇങ്ങനൊരു വെർഷൻ വരുന്നില്ല. ലാവയിൽ ആകെ ഒരു വെർഷനേ വരുന്നുള്ളൂ. ഈ രണ്ട് ഫോണുകളിലും LPDDR4Xൻ്റെ റാമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. UFS 2.2 സ്റ്റോറേജ് ടൈപ്പും വരുന്നുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാവ സ്റ്റോം 5Gയിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് രണ്ട് സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. എന്നാൽ മോട്ടോ G54 5Gയിൽ ഹൈബ്രിഡ് സിം സ്ലോട്ടേ കൊടുത്തിട്ടുള്ളൂ. അതായത് മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം, പക്ഷേ മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഈ ഒരു കാര്യത്തിൽ ലാവ സ്റ്റോം 5Gക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ മോട്ടോ G54 5Gയിൽ കരിയർ അഗ്രിഗേഷൻ എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഒരു ഫീച്ചർ ലാവയിൽ വരുന്നില്ല. ഈ ഒരു കാര്യത്തിലും മോട്ടറോളയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ ലാവ സ്റ്റോം 5Gയിൽ സിംഗിൾ സ്പീക്കറാണ് വരുന്നത്. എന്നാൽ മോട്ടറോളയിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ടും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സൗണ്ട് ക്വാളിറ്റി കുറച്ചും കൂടി ബെറ്റർ മോട്ടറോളയിലായിരിക്കും. ഈ ഒരു കാര്യത്തിൽ മോട്ടറോളയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. രണ്ട് ഫോണുകളിലും 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ലാവ സ്റ്റോം 5Gയിൽ Android 13 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. മോട്ടോ G54 5Gയിൽ Android 13 ബേസ് ആയിട്ടുള്ള MyUX സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. ഈ രണ്ട് ഫോണുകളിലും സ്റ്റോക്ക് ആൻഡ്രോയിഡിന് അടുത്ത് വരുന്ന ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. രണ്ട് ഫോണുകളിലും ഒരു കൊല്ലത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരിക. അതുകൂടാതെ ലാവയിൽ 2 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും മോട്ടറോളയിൽ 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ആ മോട്ടറോളയിൽ കുറച്ചും കൂടി കൂടുതൽ കാലത്തേക്കുള്ള സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ലഭിക്കുന്നതായിരിക്കും. എന്തായാലും സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ നിങ്ങളേതാണ് പ്രിഫർ ചെയ്യുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണിൻ്റെയും പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് ഫോണുകളിലും 50 MP മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം മോട്ടോ G54 5Gയിൽ മെയിൻ ക്യാമറ സെൻസറിൽ OISൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ്. എന്നാൽ ലാവയിൽ മെയിൻ ക്യാമറ സെൻസറിൽ OISൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊന്നും വരുന്നില്ല. രണ്ട് ഫോണുകളിലും 8 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടുണ്ട്.
ക്യാമറ കമ്പാരിസണൊക്കെ നമ്മൾ മറ്റ് സൈറ്റുകളിൽ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ മോട്ടോ G54 5Gയിലാണ് ബാക്ക് ക്യാമറ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നത്. ഇപ്പോൾ ലൈറ്റ് കൺട്രോളൊക്കെ കുറച്ചും കൂടി ബെറ്ററാണ്, ഡീറ്റെയിൽസ് കുറച്ചും കൂടി ബെറ്ററാണ്. അതുപോലെ തന്നെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കുറച്ചും കൂടി ബെറ്റർ മോട്ടോ G54 5Gയിലാണ്. പിന്നെ വീഡിയോ റെക്കോർഡിങ്ങിനും കുറച്ചും കൂടി ബെറ്റർ മോട്ടോ G54 5G എന്നുള്ള ഫോൺ തന്നെയായിരിക്കും. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ബാക്ക് ക്യാമറയുടെ കാര്യത്തിൽ ഈ രണ്ട് ഫോണുകളിൽ കുറച്ചും കൂടി ബെറ്റർ മോട്ടോ G54 5G എന്നുള്ള സ്മാർട്ട് ഫോൺ ആയിരിക്കും. ഇനി സെൽഫി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളിലും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ സെൽഫി ക്യാമറയുടെ കാര്യത്തിലും മോട്ടോ G54 5G ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുക. ഇപ്പോൾ ലൈറ്റ് കൺട്രോളൊക്കെ കുറച്ചും കൂടി ബെറ്ററാണ്, അതുപോലെ തന്നെ ഡീറ്റെയിൽസ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ സെൽഫി ക്യാമറയുടെ കാര്യത്തിലും വീഡിയോയുടെ കാര്യത്തിൽ മോട്ടോ G54 5G കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പം സെൽഫി ക്യാമറയുടെ കാര്യത്തിലും കുറച്ചും കൂടി ബെറ്റർ മോട്ടോ G54 5G ആയിരിക്കും. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് ക്യാമറയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഫോണുകളിൽ മോട്ടോ G54 5G എന്നുള്ള ഫോൺ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ലാവ സ്റ്റോം 5Gയിൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. മോട്ടോ G54 5Gയിൽ 6000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ബാറ്ററി കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ മോട്ടോ G54 5Gയിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ മോട്ടോറോളയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. ഈ രണ്ട് ഫോണുകളിലും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടാണ് വരുന്നത്. രണ്ട് ഫോണിൻ്റെയും ബോക്സിൽ ചാർജർ കൊടുത്തിട്ടുണ്ട്. രണ്ട് ഫോണുകളിലും Type-C ചാർജിംഗ് പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചാർജിങ് സ്പീഡിൻ്റെ കാര്യത്തിലൊന്നും വലിയ ഡിഫറൻസ് വരുന്നില്ല. ബാറ്ററിയുടെ കാര്യം നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോട്ടോ G54 5Gക്കാണ് ഒരു അഡ്വാൻറ്റേജ് വരുന്നത്. കാരണം കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ലാവ സ്റ്റോം 5Gയുടെ 8GB RAM 128GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 13,499 രൂപയാണ്. മോട്ടോ G54 5Gയുടെ ഇതേ വെർഷൻ്റെ വില വരുന്നത് 13,999 രൂപയാണ്. അപ്പോൾ സെയിം വെർഷൻസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാവ സ്റ്റോം 5Gക്കാണ് വില കമ്പാരിറ്റീവ്ലി കുറച്ചൊന്ന് കുറവ്. പിന്നെ ഇത് കൂടാതെ മോട്ടോ G54 5Gയിൽ 12GB RAM 256GB ഇൻറ്റേർണൽ വെർഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ വില വരുന്നത് 15,999 രൂപയാണ്. എന്നാൽ ഇങ്ങനെ ഒരു വെർഷൻ ലാവ സ്റ്റോം 5Gയിൽ വരുന്നില്ല. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാവ സ്റ്റോം 5Gയിൽ കമ്പാരിറ്റീവ്ലി വലിയൊരു സ്ക്രീൻ സൈസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്ലാസ് ബാക്ക് ബോഡിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിന് വില കമ്പാരിറ്റീവ്ലി കുറച്ചൊന്ന് കുറവാണ്. മോട്ടോ G54 5Gയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി ചെറിയൊരു സ്ക്രീൻ സൈസാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ വെയിറ്റ് കമ്പാരിറ്റീവ്ലി കുറച്ചൊന്ന് കുറവാണ്. 6000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ടെങ്കിലും. പിന്നെ IP52 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. കരിയർ അഗ്രിഗേഷൻ എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടുതൽ 5G ബാൻഡ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഫോണിൻ്റെ ക്യാമറ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ബാക്ക് ക്യാമറയും സെൽഫി ക്യാമറയും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ബാറ്ററി കപ്പാസിറ്റിയും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഈ രണ്ട് ഫോണിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഈ രണ്ട് ഫോണുകളിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ രണ്ട് ഫോണുകളിലും മോട്ടോ G54 5G എന്ന ഫോണായിരിക്കും സെലക്ട് ചെയ്യുക. കാരണം 500 രൂപ കൂടുതലാണെന്നുണ്ടെങ്കിലും അതിന് പറ്റിയിട്ടുള്ള എക്സ്ട്രാ ഫീച്ചേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സറും അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്റ്റീരിയോ സ്പീക്കേഴ്സും ക്യാമറ സെറ്റപ്പും അതുപോലെ തന്നെ ബാറ്ററി സെറ്റപ്പും ഒക്കെ തന്നെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഇതിൽ ഞാൻ മോട്ടോ G54 5G എന്ന ഫോണായിരിക്കും ഈ രണ്ട് ഫോണുകളിൽ എടുക്കുക. നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.